അമ്മ എന്തിനമ്മേ കട്ടൻ ചായ കുടിക്കണ്? കട്ടൻ ചായ കുടിച്ചാൽ അമ്മയുടെ കളറൊക്കെ പോകൂട്ടാ. നീ ഇവിടെ പാല് മേടിച്ച് വെച്ചിട്ടുണ്ടോ? ഞാൻ അമ്മയ്ക്ക് പാലല്ല വാങ്ങിത്തരാൻ പോണത്, ഫ്ലാസ്ക് ആണ്. അതാവുമ്പോ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചൂട് ചായ കുടിക്കാലോ. നീ അതിന്റെ പേരിൽ എന്റെ ഇന്ന് കാശ് പിടുങ്ങാനല്ലേ? എനിക്ക് അമ്മയുടെ കാശൊന്നും വേണ്ട. എന്റെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് വാങ്ങിച്ചോളാം പോരെ. ഓ, എന്തോ ഒരു സ്നേഹം അമ്മയോട് അങ്ങ് ഒലിക്കുന്ന. എനിക്ക് ആകെ ഒരു അമ്മയല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അമ്മ, നമ്മുടെ രമേശിന് പറമ്പ് കൊടുക്കണ കാര്യം എന്തായി? അത് വേണ്ടെന്ന് തീരുമാനിച്ചല്ലേടി? ഞാൻ ആലോചിച്ചപ്പോഴേ സ്ഥലം കൊടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്താ ഇപ്പൊ പുതിയൊരു അഭിപ്രായം വരാൻ കാരണം? കാരണം ആ പറമ്പിന്റെ അങ്ങേറ്റത്തല്ലേ അവന്റെ വീട്. അവിടെ വഴി കൊടുത്തോണ്ട് നമുക്കൊരു കുഴപ്പം വരാൻ പോണില്ല. ഞാൻ കൊടുക്കത്തില്ല, പ്രത്യേകിച്ച് ആ രമേശന് കൊടുക്കില്ല. അതെന്താ അമ്മ കൊടുത്താല്? എന്നാലോചിച്ച് നോക്കിക്കേ, ആ പറമ്പിന്റെ അടുത്ത് ആരും അങ്ങ് പറമ്പിൽ കയറാൻ പോണില്ല. അറ്റത്തല്ലേ, നമ്മുടെ യാതൊരു കാര്യത്തിലും ബാധിക്കില്ലല്ലോ. അപ്പൊ നീയല്ലേ പറഞ്ഞത് ആ പറമ്പ് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടും, നമ്മുടെ തേങ്ങയൊക്കെ മുട്ടിച്ചോണ്ട് പോകുന്നു? ആ തേങ്ങയ്ക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണം, കടയിൽ നിന്ന് കിട്ടും. ചക്കയും മാങ്ങക്കാലത്തെ കൊതിയൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ ആർക്കും അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, തേങ്ങാക്കള്ളി മോഹിനി ഇവിടെ അങ്ങനെ പറമ്പിൽ ഒരു തേങ്ങ കിടക്കുന്നുണ്ട്, അപ്പ അവള് ഞുണ്ടു. അതല്ലമ്മേ, രമേശിന് വഴി വെട്ടാൻ വേറെ വഴിയില്ല, നമ്മുടെ പറമ്പ് മാത്രമേ ഉള്ളൂ. അവന്റെ പറമ്പ് വെട്ടുവോ വഴി വെട്ടുവാണ് അവൻ തീരുമാനിക്കട്ടെ, നമ്മൾ എന്തിനാന്ന് അതിന് തല പോയിന്ന്? അമ്മ എന്നാ ആലോചിച്ചോക്കെ, നമ്മുടെ പാപ്പാടി കുടുംബം ഉണ്ടല്ലോ, നാടിനും നാട്ടുകാർക്കൊക്കെ സാമൂഹിക പ്രതിബദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബല്ലേ. എനിക്കൊരു പ്രതിബദ്ധത ആരോടും ഇല്ല. അമ്മ സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. എന്ന് പൊടി വേണേ കമ്മിറ്റ്മെന്റ്. അമ്മ ഈ സ്ഥലേ കുറച്ചല്ലേ ഉള്ളൂ, അത് രമേശിന് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ അമ്മ വളരെ നല്ലവളാവും. ഇനി അമ്മ കൊടുക്കാതിരുന്ന മോശക്കാരിയാവും. അതിന് എന്റെ സ്ഥലമല്ലേ, ഞാൻ പിന്നെ എങ്ങനെ മോശക്കാരിയാവുന്നു? അതല്ലമ്മ, രമേശിന് വഴി വെട്ടാൻ വേറെ വഴി ഒന്നുമില്ല. അതുമല്ല, നമ്മൾ അവന് വഴി കൊടുത്താൽ ചോദിക്കണ വില അവൻ തരും. അപ്പോൾ അവന് വഴി കൊടുത്താൽ നമുക്ക് കാശും കിട്ടും, നാട്ടുകാരുടെ മുമ്പിൽ അമ്മയ്ക്ക് വിലയും കിട്ടും. നാട്ടുകാരുടെ മുമ്പിൽ വില ഉണ്ടാക്കാൻ ഞാൻ എന്റെ സ്ഥലം കൊടുക്കണമെന്നോ? അതെവിടെ തന്നെ ആയോ? നടക്കില്ല. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, അത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ നമ്മുടെ ചേട്ടന് കൊടുക്കാം, ചേട്ടന് ബിസിനസ് ചെയ്യാം. അതുമല്ല, അവന് വഴിവെട്ടി കാറും വാങ്ങാം. അത്ര നല്ല പ്രവൃത്തി അമ്മേ, സൽപ്രവൃത്തി. അതൊരു നല്ല കാര്യമാണല്ലോ. ആണമ്മേ, നമുക്ക് കൊടുക്കാല്ലേ? കൊടുക്ക്. എന്നാ ഞാൻ പ്രകാശനോടൊന്ന് പറഞ്ഞിട്ട് വരാം. പറഞ്ഞിട്ടോ മോത്തും തുടച്ചടാ ഒലിക്കിന്. ഒഴിച്ചോട്ടെ, എന്റെ മോന്തയ്ക്കല്ലേ. വഴിക്ക് വേണ്ടി സ്ഥലം കൊടുക്കണ പരിപാടി കൊള്ളാല്ല. കുറച്ച് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാശ് കിട്ടും.